കുഞ്ഞ് രാവിലെ ഇത് ആരോടും പറയാതെ ഇറങ്ങിപ്പോയതായിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലെ ഋതുവിന് മാത്രം എനിക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ കുഞ്ഞിനാട്ടോ എനിക്ക് വാരി തന്നേ. പിന്നെ സംഗീക്കും ശാലുവിനും വാരി കൊടുക്കുന്നുണ്ട്. ഈ ഋതു ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, എനിക്ക് വാരി തരുന്നില്ലേ എന്നും പറഞ്ഞു. പിന്നെ കുഞ്ഞൻ പുറത്ത് പോയത് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് എന്നേ ഓർഡർ ചെയ്ത സാധനമായിരുന്നു, എനിക്ക് ആനിവേഴ്സറിക്ക് തരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പോഴായിട്ട് കയ്യിൽ കിട്ടിയ സംഭവം നല്ലൊരു മാലയായിരുന്നു. അങ്ങനെ കുഞ്ഞനും ശാലും സംഗിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കിവിടെ കുറച്ച് പണികളുണ്ട്. അവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കാന്ന് കരുതി അങ്ങനെ ഇതാ മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അരിയടപ്പത്തിട്ടു. അത് കഴിഞ്ഞ് ഋതുവിനെ ഉറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഉറക്കി കിടത്തിയിട്ട് നേരെ വന്ന് എന്താ മുരിങ്ങയില കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇത് പറിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, അതുകൊണ്ട് കൊഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അതിൽ നിന്ന് കമ്പും കുളിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അതിനുള്ള അരപ്പ് അരച്ച് അത് അടുപ്പത്തോട്ടാക്കി. അപ്പോഴത്തേക്ക് അരി വന്നിട്ടുണ്ടായിരുന്നു. അതും പിന്നെ മീൻകറി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ രസം കൂടെ ഞാൻ വെച്ച് കേട്ടോ. ഇതൊക്കെ വെക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ കഴുകി. പിന്നെ മീനും കൂടെ കഴുകാന്ന് കരുതി കേട്ടോ. ഇത് പെട്ടെന്ന് ആകുമല്ലോ. അങ്ങനെ മീനും കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഋതു എഴുന്നേറ്റിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, 2 മണിക്കൂർ ഋതു എടുത്ത് ഉറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടോ. അങ്ങനെ ഇതാ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പും പരട്ടി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മീനൊക്കെ വറുത്തെടുത്തു. കുഞ്ഞനും കൂടെ നിന്ന് എല്ലാം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ചിട്ട് വന്ന് ഋതുവിന് ഞാൻ ഒരു ഓറഞ്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഋതുവിന് ഫുഡും കൊടുത്തിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ